വാവക്കുട്ടൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഷൂട്ടിങ് ഫുൾ പാലക്കാടായിരുന്നു. അവിടെ ഒരു സുമതി വളവുണ്ട്. ആ വളവാണോ എന്ന് എനിക്കറിയില്ല. സ്റ്റേറ്റ് അവാർഡിനായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം സ്റ്റേറ്റ് അവാർഡിന് എൻ്റെ ഒരു മൂവി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനേക്കാളും വലിയ നാഷണൽ അവാർഡ് തന്നെ നേടാൻ സാധിച്ചു. ഫസ്റ്റ് ഞാൻ ടിക്ടോക്ക് ചെയ്യുമായിരുന്നു കൊറോണ ടൈമിൽ. ഞാൻ 600-700ഓളം ടിക്ടോക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ കൂടെയായിരുന്നു ചെയ്തതെന്നൊക്കെ പറഞ്ഞു. സുമതി വളവിൻ്റെ സെറ്റിലൊക്കെ ഫുൾ ടൈം യൂനോമാണ്. രാവിലെ തുടങ്ങിയാൽ മുതൽ അങ്ങോട്ട് ഫുൾ ടൈം യൂനോ ആയിരുന്നു. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ടോക്കിംഗ് പോയിന്റ്. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ചേരുന്നത് മാളികപ്പുറത്തിലൂടെയൊക്കെ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന ശ്രീപത്താണ്. ഇപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് എന്താണുള്ളത്? പുതിയ വിശേഷങ്ങളായിട്ട് ഇനി മൂവീസ് റിലീസ് ആവാനുണ്ട്. അപ്പോൾ ഈ സുമതി വളവ് പോലെ തന്നെ ഇനിയും വരാഹം എന്ന് പറഞ്ഞ സുരേഷ് ഗോപി സാറിൻ്റെ കൂടെയുള്ള പടം മീൻസ് മൂവി, അതുപോലെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ ചെയ്തൊരു മൂവി റിവോൾവറിംഗ് എന്നാണ് പേര്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞ മൂവി. ഇത് മൂന്നുമാണ് സുമതി വളവ് കൂടാതെ ഇനി റിലീസ് ആവാനുള്ളത്. ഇപ്പോൾ മൊത്തം ഒരു 10ഓളം പടങ്ങളിലടുത്തായെന്ന് തോന്നുന്നില്ലേ? 11 പടങ്ങളായി. ഇപ്പോൾ സുമതി വളവിലെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? സുമതി വളവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇതിപ്പോൾ 2 ഫാമിലിയാണ് വരുന്നത് ഈ സ്റ്റോറിയിൽ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പം ഈ സ്റ്റോറീൻ്റെ അകത്തുള്ള 2 ഫാമിലിയിൽ ഒരു ഫാമിലിയിൽ ഞാനാണ് ഓപ്പോസിറ്റ് ഫാമിലി എന്ന് വെച്ചാൽ രണ്ടും ചെറിയൊരു തർക്കമുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഫാമിലിയിലാണ് അർജുൻ ചേട്ടനൊക്കെ ഉള്ളത്. ഇപ്പോൾ വാവക്കുട്ടൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നിന്ന് ഉള്ളൊരു എന്തായിരുന്നു ആ ഒരു കോമ്പിനേഷനൊക്കെ വേണ്ടെന്ന് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറായിട്ടാണ്. കുറച്ച് നേരം അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൂ. പിന്നെ അവരെ ഓപ്പോസിറ്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോകുന്നൊരു. ഈ സുമതി വളവ് എന്ന് പറയുന്ന പേരിലൂടെ തന്നെ നമുക്കൊരു കുറച്ചൊരു ഹൊറർ ടൈപ്പ് ഓഫ് മൂവിയാണെന്ന് തോന്നുന്നു. എന്താണ് സുമതി വളവ് എന്ന് ഉദ്ദേശിക്കുന്നത്? സുമതി വളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ സുമതി വളവുമായിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റോറിയുമായിട്ട് നമ്മുടെ ഈ ഇതിന് ഒരു ബന്ധവുമില്ല. ഈ മൂവിക്ക് ഒരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ അഭിലാഷ് ചേട്ടൻ എഴുതിയ ഒരു ചെറിയൊരു ലവ് സ്റ്റോറീൻ്റെ അകത്ത് ജസ്റ്റ് സുമതി വളവ് എന്ന് പറഞ്ഞ ആ ഒരു വളവും ആ ഒരു യക്ഷീനെയും ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചു, അത്രേ ഉള്ളൂ. ഇല്ലാതെ സുമതിയുടെ സ്റ്റോറി ബേസ് ചെയ്തിട്ട് കഥ പോകുന്നൊന്നും പറയാനില്ല. അപ്പം നമ്മൾ റിയൽ സുമതി വളവ് എന്ന് പറയുന്ന ഒരു സ്ഥലമായിട്ടും അവിടെ ഷൂട്ടിംഗ് ഒക്കെ എവിടെയൊക്കെ ആയിരുന്നു? ഇപ്പോൾ ഷൂട്ടിങ് ഫുൾ പാലക്കാടായിരുന്നു. അവിടെ ഒരു സുമതി വളവുണ്ട്. ആ വളവാണോ എന്ന് എനിക്കറിയില്ല. മീൻസ് ബിക്കോസ് സുമതി വളവ് ഷൂട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ എനിക്ക് ഷൂട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ ടോട്ടലി ഒരു ഫോറസ്റ്റ് വെച്ച് ഇങ്ങനെ മൂടിക്കിടന്നൊരു ലൊക്കേഷനായിരുന്നു. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി പറയാനായിട്ടാണെങ്കിൽ ഒരു നാഷണൽ അവാർഡ് വിന്നറും കൂടാണ്. സോ ആ ഒരു ടൈമിലുണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഈ സ്റ്റേറ്റ് അവാർഡിനായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം സ്റ്റേറ്റ് അവാർഡിന് എൻ്റെ ഒരു മൂവി പോയിട്ടുണ്ടായിരുന്നു. മോണിക്ക ഒരു എ സ്റ്റോറി എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ആ മൂവി പോയിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം എനിക്കൊരു നല്ലൊരു റോൾ ഉണ്ടായിരുന്നതാണ്. ത്രൂ ഔട്ട് ഞാനായിരുന്നു അത്. അപ്പോൾ ആ സിനിമ അതിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലായിരുന്നു എനിക്ക് കിട്ടി. എനിക്ക് അതിനേക്കാളും വലിയ നാഷണൽ അവാർഡ് തന്നെ നേടാൻ സാധിച്ചു. എൻ്റെ സന്തോഷമുണ്ട്. ഈ മാളികപ്പുറത്തിലോട്ട് എത്തിച്ചേരുന്നത് എങ്ങനെയായിരുന്നു? മാളികപ്പുറത്തിലോട്ടെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വിഷ്ണു ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഷംസുക്ക. ഈ ഷംസുക്കയുടെ കൂടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്ക ഡയറക്റ്റ് ചെയ്തൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ നല്ല ഹിറ്റായിരുന്നു, വൈറലായിരുന്നു യൂട്യൂബിലൊക്കെ. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം ഈ മൂവിയുടെ ഡിസ്കഷൻ നടക്കുന്ന ടൈമിലാണ് ഷംസു ചേട്ടൻ എന്നെ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ എടുത്തിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു മൂവി ഉണ്ട്, ഇങ്ങനെ വരണം എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു കാസ്റ്റിംഗ് കോൾ പോലെയായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ പോയി. അപ്പോൾ അവർ പറഞ്ഞത് എന്നോട് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. ഓഡീഷൻ ചെയ്തു. ഞാൻ അതും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ പിന്നെ സിനിമ ചെയ്തു. സുമതി വളവ് 3ാമത്തെ ചിത്രമല്ലായിരുന്നു? അല്ല, സുമതി വളവ് അല്ല, മാളികപ്പുറം. അതെ, മാളികപ്പുറം 3ാമത്തെയാണ്. ആദ്യത്തത് തവളയുടെ താന്ന് പറഞ്ഞൊരു കുട്ടികളുടെ ഒരു മൂവിയായിരുന്നു. അത് റിലീസായിട്ടില്ല. പിന്നെ കുമാരി എന്ന് പറഞ്ഞൊരു മൂവി, അത് റിലീസായി. അത് ഷൈം ടോം ചാക്കോ ചേട്ടൻ്റെ മൂവിയായിരുന്നു. പിന്നെ ഐശ്വര്യ ലക്ഷ്മി ചേച്ചിയുടെയും. പിന്നെ 3ാമത്തത് മാളികപ്പുറം.
അപ്പോൾ ഈ സിനിമയിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? ഡോക്യുമെൻ്ററി ചലച്ചിത്രങ്ങളിലൂടെ ആയിരുന്നു? സിനിമയിലേക്കെന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ ടിക്ടോക്ക് ചെയ്യുമായിരുന്നു കൊറോണ ടൈമിൽ. ഓക്കെ. ഞാൻ 600-700ഓളം ടിക്ടോക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 500 അതെനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. ഓക്കെ. അപ്പം അത് ഞാൻ ചെയ്ത് അതുവഴിയാണ് ഫസ്റ്റ് ടൈം ഞാൻ മൂവിയിലോട്ട് കയറുന്നത്. ഓക്കെ. പിന്നെ അത് അപ്പോൾ അവിടുന്ന് ആൾക്കാർ കണ്ടിട്ട് വിളിക്കുമായിരുന്നു അതോ? അതെ, അവിടുന്ന് വേറെ മറ്റുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഇതിലോട്ട് തന്നെ വിളിക്കുന്നത് കാസ്റ്റിംഗ് കോൾ വഴിയാണ് എൻ്റെ ഫസ്റ്റ് മൂവിയിലോട്ട് പോകുന്നത്. സെക്കൻഡ് മൂവിയും കാസ്റ്റിംഗ് കോളായിരുന്നു. ഒരു തേർഡ് മൂവി ഞാൻ പറഞ്ഞു. സുമതി വളവിനകത്ത് ഈ പറയുന്ന അർജുന അശോകിൻ്റെ ബാലു വർഗീസിൻ്റെ ആരുടെയെങ്കിലും മകനായിട്ടാണോ, എങ്ങനെയാണ്? സുമതി വളവിൻ്റെ സുമതി വളവ് അല്ലല്ല, ബാലുച്ചേട്ടനും ഈ അർജുൻ ചേട്ടനൊക്കെ ഒരു ഗ്യാങ് ആണ്. ഞാൻ പറഞ്ഞല്ലോ 2 ഫാമിലിയാണ്. ഓക്കെ. അപ്പം അർജുൻ ചേട്ടൻ്റെ ഫാമിലി ഒന്നും അല്ല. ഈ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഫ്രണ്ട്സിനും എതിരെയാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും. ഓ ഓക്കെ. ഓക്കെ. അപ്പം ടോട്ടലി ഒരു ഫാമിലി കൂടാതെ തന്നെ വേറെയും 2 ഗ്യാങ്സ് ഉണ്ട്. അങ്ങനെ ഇനിയിപ്പം ഇറങ്ങാൻ പോകുന്ന സിനിമകളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം സുമതി വളവിലാണെങ്കിലും സുരേഷ് ഗോപി സാറിൻ്റെ മകൻ്റെ കൂടെ, നേരെ അടുത്ത മൂവി ഇറങ്ങാൻ പോകുന്ന സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ. സോ അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ എന്താണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു മൂവി ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഗോകുലനെ കണ്ടിട്ട് എന്നെ മനസ്സിലായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പേരൊക്കെ ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ട് ഒരു ദിവസം നൈറ്റ് ഷൂട്ട് ഉണ്ടായ ടൈമിൽ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇതുപോലെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മൂവി ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ കൂടെയായിരുന്നു ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഓ ആണല്ലേ, എന്തായിരുന്നു പേരെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരാഹമാണെന്ന് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതങ്ങനെ ഞാൻ സുരേഷ് ഗോപി സാറിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഇതായി. പിന്നെ റിവോൾവർ ഇങ്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു കുട്ടികളുടെയും കൂടെ മൂവിയാണ്. ഒരു 4-5 പേരുടെ ഒരു ഗ്യാങ്. അപ്പോൾ സിനിമ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ഗ്യാങ്ങിൻ്റെ മൂവി. അപ്പം അതങ്ങനെ നല്ല അടിപൊളി സെറ്റായിരുന്നു. കുട്ടികളായതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം കളിയും ചിരിയും ഗെയിമിങ്ങും ഒക്കെ ആയിട്ട് നടന്നൊരു ഇതായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ ഈ യൂനോ ഗെയിം പഠിക്കുന്നത് ഞാൻ. അപ്പോൾ അവിടുന്ന് യൂനോ കളിയൊക്കെ ആയിരുന്നു. ഇവിടെ അതെ, സുമതി വളവിൻ്റെ സെറ്റിലൊക്കെ ഫുൾ ടൈം യൂനോ ആണ്. രാവിലെ തുടങ്ങിയാൽ മുതൽ അങ്ങോട്ട് ഫുൾ ടൈം യൂനോ ആയിരുന്നു. അങ്ങനെ പിന്നെ സുരേഷ് ഗോപി സാറിൻ്റെ ആ ഒരു സെറ്റിൽ എനിക്ക് 2-3 ദിവസം മാത്രമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് അത്ര ഉള്ളായിരുന്നു. ഒരു നൈറ്റിൻ്റെ മാത്രം ഒരു പരിപാടിയായിരുന്നു. അതങ്ങനെ ചെയ്തു. അപ്പം ഇനിയും പുതിയ പുതിയ പടങ്ങളായിട്ട് വീണ്ടും കാണാൻ സാധിക്കട്ടെ. ഇപ്പം തന്നെ ബാക്ക് ടു ബാക്ക് വർക്കുകളുണ്ട്. ഇനിയും നമുക്ക് വീണ്ടും ഈ ചാനലിലൂടെ വരാനായിട്ട് സാധിക്കട്ടെ. അപ്പം നന്ദി. താങ്ക് യു.